ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ 5/8/2024 24,051 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 140 പോയിന്റോളം പ്ലസിൽ ഓപ്പൺ ആയത് 24,189 എന്ന ലെവലിലായിരുന്നു. അതിനുശേഷം ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ തന്നെ തിരിയും വളരെ വേഗം ഒരു അപ്വേർഡ് പോവുകയും ഇന്നലത്തെ ഹൈയേക്കാൾ മുകളിൽ കിടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് 420ഓളം പോയിന്റ് മൂവ് ചെയ്ത നിഫ്റ്റി പിന്നീട് ആ 5 മിനിറ്റിന് മുകളിൽ കയറിയതിനു ശേഷം കയറാൻ ഡേയ്സ് ഹൈ തരാൻ കഴിയാതെ ഡിക്ലൈൻ ചെയ്യുന്നു. വീണ്ടും അത് ഒരു അപ്വേർഡ് മൂവ്മെന്റ്, നമ്മൾ ഇങ്ങനെയാണ് പറയുക, ഒരു ഓപ്പൺ ചെയ്ത് അപ്വേർഡ് പോയി കഴിഞ്ഞാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഇവിടെ അത്തരത്തിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഡേയ്സ് ഹൈ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്, എന്നാൽ അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രം അപ്വേർഡ് പോയേനെ. എന്നാൽ അത് പോകാതെ റിവേഴ്സ് വരുമ്പോൾ തന്നെ ഒന്നുകിൽ അത് നോ ലോസ് നോ ഗെയിനിലെ സ്റ്റോപ്പ് ലോസ് അടിയിൽ വെച്ച് അത് അകത്ത് വെച്ച് അതല്ലെങ്കിൽ അന്നേരം രേഖപ്പെടുത്തിയ ലോയിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ അവർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം. എന്നാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഇത്രയും ഹൈ ആയി ഓപ്പൺ ചെയ്തു, ഈ ലോ കൊടുക്കാൻ, സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ കഴിയില്ല എന്ന് കരുതിയവർ, വെയിറ്റ് ചെയ്തവർക്ക് തീർച്ചയായും പ്രൈസ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യാം. അങ്ങനെയെങ്കിൽ ഈ ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴോ ഈ ഏരിയയിൽ നിന്നും പ്രഷർ കാണിച്ച് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോഴോ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് നൽകിയവർക്ക് ഡേയ്സ് ലോ ആദ്യത്തെ ടാർഗറ്റായി പ്രതീക്ഷിക്കാവുന്നതാണ്. അതിന് താഴെ വീണ്ടും നമ്മൾക്ക് ആ ഒരു ടാർഗറ്റ് കിട്ടിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തതിനു ശേഷം വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്യാതെ പിന്നീട് ഒരു കൺസോൾട്ടേഷൻ തന്നു. ഡിക്ലൈൻ കിട്ടുമ്പോൾ വീണ്ടും പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതെല്ലാം കൃത്യമായും പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത്തരത്തിൽ ഒരു പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും നല്ല ഒരു ഫാളാണ് ഇവിടെ ലഭിച്ചിട്ടുണ്ടാവുക. കൃത്യമായും ഈ ട്രേഡുകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളവരുണ്ട്. എനിക്ക് ഒട്ടനവധി പേർ P&L അവരുടെ വിവരങ്ങളും അയച്ചു തന്നിരുന്നു. അപ്പോൾ ഇന്നും ഒരു വൺ സൈഡ് ഫാൾ തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ആദ്യത്തെ 5 മിനിറ്റ് നല്ല മൂവ്മെന്റ് അപ്വേർഡ് തരികയും ചെയ്തെങ്കിൽ പോലും തുടർന്ന് പ്രൈസിന് അപ്വേർഡ് ഹോൾഡ് ചെയ്യാൻ കഴിയാതെ ഡിക്ലൈൻ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്ത ഒരാൾക്ക് പ്രോഫിറ്റിന് തിരിഞ്ഞു നോക്കേണ്ടിയിരുന്നില്ല, അത്രയും നല്ല പ്രോഫിറ്റുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇന്ന് നൽകിയ ഈ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് നോക്കാം. 23,971 എന്ന ലെവലിലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഇത്രയും വലിയൊരു ഫോൾ വന്നെങ്കിൽ പോലും 24,000 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 24,033 എന്ന ലെവലിലാണ് ചാർട്ടിൽ ഇവിടെ ക്ലോസ് ആയി കാണുന്നത്. അതുകൊണ്ട് തന്നെ 23,971 എന്ന ഒരു സപ്പോർട്ട് ലെവൽ ഞാൻ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 24,137 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവലായും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഇത്തരത്തിലുള്ള രണ്ട് നല്ല റേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള രണ്ട് ലെവലുകൾ ഒരു സപ്പോർട്ട് ആൻഡ് മൈനർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 24,137 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ കൃത്യമായും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്വേർഡ് ഡയറക്ഷനിൽ ലഭിക്കേണ്ടുന്ന അടുത്ത ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അത് 24,191, 250, 303, 360, 424, 455 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. എന്നാൽ ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം നമുക്ക് നൽകുന്ന ഒരു ഡയറക്ഷൻ എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതാണ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 23,971 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും.
പ്രതീക്ഷിക്കുന്ന അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അടുത്ത സപ്പോർട്ട് ലെവലുകളിലേക്ക് വന്നേക്കാം എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുക. 23,891, 23,803, 754, 736, 700, 670, 640 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. ഞാനിങ്ങനെ ഇവിടെ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിൽ ഉള്ള എന്ന് പറയാൻ കാരണം, ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താലും രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഇതിനകത്ത് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരു ലെവൽ സ്റ്റോപ്പ് ലോസിന് വേണ്ടി ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് തീർച്ചയായും ഈ തരത്തിൽ തൊട്ടു മുകളിലുള്ള അതല്ലെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ തൊട്ട് താഴെയുള്ള എന്ന് പ്രത്യേകം പറയുന്നത്. കാരണം അതെല്ലാം വ്യക്തമായും ആക്ഷൻ ഉള്ള ലെവലുകൾ തന്നെയാണ്. ആ ലെവലുകൾക്ക് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഡയറക്ഷൻ ട്രെൻഡ് മാറിപ്പോയേക്കാം. അതുകൊണ്ട് നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലോ ലെവൽ എന്ന് പറയുമ്പോൾ ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാനത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അവിടുന്ന് ആ പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ആവുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എൻ്റെ ട്രേഡിംഗ് പ്ലാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ നോക്കാം. 49,528 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ലോ അത് 49,656 എന്ന ലെവലിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയി 50,098, 50,100 എന്ന ലെവലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലിൽ ഇവിടെയാണ് ക്ലോസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 50,098 എന്ന് പറയുന്ന തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിരുന്ന ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ ഞാൻ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തി ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 50,270, 50,558, 763, 951 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ, അത് ഇന്നത്തെ ലോ ആയതുകൊണ്ട് 49,686 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക അത് അത്യാവശ്യമാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ ലെവൽ 49,528 ടാർഗറ്റ് ലഭിച്ചേക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലുകളൊക്കെ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് താഴോട്ട് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയവ. അവ 49,381, 49,078, 48,901, 48,286 എന്നിങ്ങനെ ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളവ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്തതായി സെൻസെക്സിൽ നമ്മുടെ ലെവലുകൾ എന്താണെന്ന് നോക്കാം. 78,542 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന ലെവലിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 79,100 എന്ന ലെവലാണ് റെസിസ്റ്റൻസ് ആയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് 79,100 എന്ന തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അപ്പോൾ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുമ്പോൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും ഒരു പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാമെന്നാണ് ഞാൻ കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തുക. 79,450, 79,783,
80,000 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഈ ലെവലിന് താഴെ 78,542 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണെങ്കിലും അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്ന് വെച്ചാൽ വീണ്ടും അല്പം കൂടി താഴോട്ടുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 78,288, 78,070, 77,856, 77,644, 77,510, 425 എന്ന ലെവലുകൾ നിങ്ങൾക്ക് കൃത്യമായും കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഇത് ഞാൻ വ്യക്തിപരമായി എൻ്റെ ആവശ്യത്തിലേക്ക് തന്നെ തയ്യാറാക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഉപയോഗിക്കുക. റിസ്ക് നിങ്ങളുടേത് മാത്രമാണ്. അപ്പോൾ പതിവ് ഡയലോഗ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക. മറ്റ് സുഹൃത്തുക്കൾക്കും ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നാളെയും നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.